അടുപ്പ കൂട്ടുകാരെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ നല്ല സോഫ്റ്റായൊരു വാഴക്കപ്പട്ടോ. ചെറുപഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. 4 മണി പലഹാരമായിട്ട് നല്ലൊരു ടേസ്റ്റാട്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിനാകെ ഒരു കൂട്ട് മാത്രം മതി കേട്ടോ, ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ പഴം പഴുത്തതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കി. അധികം പഴുത്താൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അധികം പഴുത്താൽ പിന്നെ രസം ഉണ്ടാവില്ല. നല്ലോണം പഴുക്കുമ്പോൾ വേഗം നമുക്ക് കുറച്ച് വാഴക്കപ്പൊക്കെ ഉണ്ടാക്കിയാണ് നിങ്ങൾ വെച്ച് നോക്കി. ഇതൊരാഴ്ച വരെ ഇരിക്കും കേട്ടോ, കേടുണ്ടാവില്ല. ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാലേ നല്ലൊരു ടേസ്റ്റാണ്. അതിന് നമുക്ക് പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞാൽ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കട്ടെ. അതേപോലെ ചെറുപഴം കൊണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും മാത്രമായിട്ട്, ഈ ഒരു പഞ്ചസാര മാത്രമായിട്ട് അതിക്ക്, വേറെ ഇതിക്കൊന്നും ഇടണ്ട. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു മഴ. കുറച്ച് അരിപ്പൊടി ഇടുക. അരിപ്പൊടിയും പഞ്ചസാരയും 2 ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് നന്നായി കുഴച്ചിട്ടേ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഒരു പാകം നോക്കണം. നല്ലോണം കുഴക്കുക. വെള്ളം ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പഴത്തിൽ തന്നെ കുഴച്ചാൽ മതി. ഈ പഴത്തിൽ അരിപ്പൊടി ഇട്ട് നമ്മളൊരു അപ്പം ചുടേണ്ട പാകമാകുമ്പോൾ നമുക്ക് കുഴച്ചാൽ തന്നെ അറിയും അല്ലേ. അരിപ്പൊടിയൊക്കെ നല്ലോണം അതിൽ പെട്ടിട്ടേ ഇതാക്കണം കേട്ടോ. ഇങ്ങനെ നല്ലോണം കുഴച്ച് കൊടുക്കട്ടോ. നല്ലോണം കുഴക്കണം. എന്നിട്ട് നല്ലോണം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴേ ഇതേപോലെ ചെറുതായി കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കുക കേട്ടോ. ഇടുമ്പോൾ നല്ലോണം ഫ്ലെയിം ഉണ്ടാക്കണം. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ചെറുതാക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ മറിച്ചെടുത്ത് ഇളം ബ്രൗൺ കളറാകുമ്പോഴേ നമ്മളിത് കോരി എടുത്തിട്ടൊന്ന് ചായയുടെ കൂടെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കും. വെറുതെ കഴിക്കാൻ നല്ല രസം കേട്ടോ. ഒരാഴ്ച വരെ കേടുവരാതിരിക്കും ചെയ്യും കേട്ടോ, ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിലേ. അങ്ങനെ ഗേസ് നിങ്ങൾ വാഴക്കൊക്കെ വീട്ടിലുണ്ടെങ്കിലേ, ചെറുവാഴയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഇങ്ങനെ ഒന്ന് അപ്പം ഉണ്ടാക്കി നോക്കി. നല്ലൊരു ടേസ്റ്റാണ്. എണ്ണയൊന്നും തീരെ കുടിക്കില്ല കേട്ടോ. എണ്ണ കുടിക്കുക തന്നെയല്ല. ഇത് തണുത്താലാണ് നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അല്ലേ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. എന്നാലും ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്തോളൂ. നന്ദി, നമസ്കാരം, താങ്ക്സ്.